الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകരക്ഷിതാവായ നാളെ പ്രതിഫല ദിവസത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമെടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴാണ് കൃത്യമായി അതിൻ്റെ ഒരളവും പരപ്പും ആഴവും നമുക്ക് മനസ്സിലാവുക. രാവിലെ എഴുന്നേറ്റ് സംസാരിക്കാൻ ശേഷിയില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സംസാരം എന്നത് വലിയൊരനുഗ്രഹം തന്നെയാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ സംസാരിക്കുവാൻ പഠിപ്പിച്ചു. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. നാം രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, ഒരു നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടാക്കി തന്നില്ലേ എന്ന് 90-ാം അധ്യായത്തിലെ 8-9 വചനങ്ങളിൽ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇബ്നു കത്തീർ റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അഥവാ നാവ് കൊണ്ട് അവൻ സംസാരിക്കുകയും അങ്ങനെ തൻ്റെ ഹൃദയത്തിലുള്ളത് അവൻ അറിയിക്കുകയും ചെയ്യുന്നു. എന്താണ് ഒരു മനുഷ്യൻ എന്ന് വിലയിരുത്തപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നാണ്. ഒരാളുടെ സംസാരം വിലയിരുത്തിയാണ് ആ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിയുന്നത്. സംസാരിക്കുന്നവർ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അവർക്ക് സംസാരം നന്നാക്കാൻ സാധിക്കും. അല്ലാഹു തആല ഖുർആനിലൂടെ ഖാഫ് സൂറത്തിലൂടെ പറയുന്നുണ്ട്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവൻ്റെ ഏതൊരു വാക്ക് ഉച്ചരിക്കുന്നതായാലും അവൻ്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന ഒരു നിരീക്ഷകൻ ഉണ്ടാകാതിരിക്കുകയില്ല. നമ്മൾ സംസാരിച്ചത് മുഴുവൻ, ആയുസ്സിൽ സംസാരിച്ചത് മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 25-ാം തീയതി മുതൽ ഇന്ന് 25-ാം തീയതി വരെ നമ്മൾ സംസാരിച്ചതും നമ്മൾ ചിന്തിച്ചതിൻ്റെയും മുഴുവൻ പ്രിൻ്റ് കിട്ടുകയാണെങ്കിൽ അത് വായിച്ചാൽ എങ്ങനെ ഇരിക്കും?
എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്ന സംസാരത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏറ്റവും നല്ല സംസാരം അത് വഹീനെക്കുറിച്ചുള്ള സംസാരമാണ്, അല്ലാഹു തആലയെക്കുറിച്ചുള്ള സംസാരമാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്ന സംസാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ വിളംബരം ചെയ്യുന്ന സംസാരമാണ്. ഫൈന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ് വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കുകളിൽ ഏറ്റവും ഉത്തമമായത് അല്ലാഹുവിൻ്റെ കിതാബാകുന്നു, ചര്യകളിൽ ഏറ്റവും ഉത്തമമായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികളും ചര്യകളുമാണ്. അങ്ങനെ വിശ്വസിക്കണം ഒരു മുസ്ലിം. അതിനു പ്രാധാന്യം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സംസാരം നന്നാവുകയും ചെയ്യും. ആരോട് സംസാരിക്കുമ്പോഴും ഏറ്റവും മാന്യമായ സംസാരം വേണമെന്ന് സൂറത്തുൽ ബഖറയിൽ, സൂറത്തുൽ ഇസ്രായിലൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വകുല്ലി ഇബാദി യഖൂലൂന അല്ലതി ഹിയ അഹ്സൻ, നീ എൻ്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. ആരോട് പറയുമ്പോഴും ഏറ്റവും നല്ല വാചകത്തെ ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കാതെ, മറ്റുള്ളവരുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കാതെ സംസാരിക്കാൻ സാധിക്കണം. വഖൂലു, നിങ്ങൾ പറയണം, ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല വാക്ക് പറയണം, നല്ലതു പറയുക, നല്ല രൂപത്തിൽ പറയുക. ഏതാശയത്തെയും വളരെ വൾഗറായി അവതരിപ്പിക്കുക, ഏതാശയത്തെയും വളരെ സുന്ദരമായി അവതരിപ്പിക്കുക. സുന്ദരമായി അവതരിപ്പിക്കുന്നവനാണ് മുസ്ലിം, മുഅ്മിൻ, മുഖ്ലിസ്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വചനം, ഒരു നല്ല വചനം പറയുക എന്നത് അൽ കലിമത്തു ത്വയ്യിബ സ്വദഖ, അത് സ്വദഖയാണ്. മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു വചനം അത് ധർമ്മമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല വാക്ക് പറഞ്ഞാൽ നരകത്തിൽ നിന്നാണ് ഒരാൾ രക്ഷപ്പെടുക. തഖുന്നാർ വലൂ ബിശഖി തംറ ഫമൻ ലം യജിദ് വബികലിമത്തിൻ ത്വയ്യിബ, ഒരു കാരക്കച്ചീലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, നരകത്തിൽ നിന്ന് അകന്നു പോകണം, അത് ധർമ്മം കൊടുക്കണം. വല്ലവനും അങ്ങനെ ഒരു കാരക്കച്ചീല് പോലും കൊടുക്കാനില്ലെങ്കിൽ അവനെന്ത് ചെയ്യണം? നല്ല വാചകം പറയണം. എൻ്റെ കയ്യിലില്ലെന്ന് നല്ല രൂപത്തിൽ പറയാൻ സാധിക്കും, ഇല്ലെങ്കിൽ മാന്യമല്ലാതെ പറയാനും സാധിക്കും. ഏത് രൂപത്തിലാണ് മുഅ്മിൻ പറയേണ്ടത്? ഏറ്റവും നല്ല രൂപത്തിൽ. നാവിനെ സൂക്ഷിക്കണം, നമ്മൾ നാവിനെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് കുറേ നന്മകൾ ഇങ്ങനെ എണ്ണിപ്പറയുകയാണ്. എന്നിട്ട് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവകളൊന്നും പാഴാക്കാതെ നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരാം. ഈ നന്മകളൊന്നും പാഴാകാതെ സൂക്ഷിക്കണം ഓരോരുത്തരും. അങ്ങനെ സൂക്ഷിക്കാനുള്ള ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു, അതേ നബിയെ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൽ പിടിച്ചു. എന്നിട്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇത് പിടിച്ചു നിർത്തുക. നാവിനെ പിടിച്ചു നിർത്തണമെന്നാണ് പറഞ്ഞത്. നാവിൽ മനസ്സിൽ തോന്നിയതൊക്കെ വരുന്ന പൈപ്പായിട്ട് നാവ് മാറാൻ പാടില്ല. മറിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക എന്നത് മുഅ്മിനിന് ആവശ്യമുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പിടികൂടപ്പെടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, മുആദ്, ജനങ്ങളെ അവരുടെ മുഖങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മൂക്കുകളിൽ നരകത്തിൽ വീഴ്ത്തുന്നതിൻ്റെ കാരണം അവരുടെ നാവിൻ്റെ ദൂഷ്യ സംസാരങ്ങളാണ്. അവൻ്റെ നാവിൻ്റെ ദൂഷ്യ സംസാരങ്ങളാണ് അവനെ മൂക്കുകുത്തി നരകത്തിലേക്ക് മറിച്ചിടുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാവ് നേരെയാക്കണമെന്നത് ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യൻ പ്രഭാതത്തിലായാൽ അവൻ്റെ അവയവങ്ങൾ നാവിനോട് വിനയ പുരസ്കരം പറയും. അഥവാ കണ്ണും കാതും മൂക്കും കാലും വയറും നെഞ്ചുമൊക്കെ രാവിലെ എഴുന്നേറ്റാൽ അവർക്കുള്ള ആദ്യത്തെ വാചകമെന്താ? നാവിനോട് സംസാരിക്കുക. എന്താണ് പറയുക? ഞങ്ങളുടെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഞങ്ങളുടെ വിഷയത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നാവേ, നീ നേരെയായാൽ, നീ ചൊവ്വായാൽ ഞങ്ങൾ നേരെയായി, നീ വളഞ്ഞാൽ ഞങ്ങളും വളഞ്ഞു. ഞങ്ങളുടെ സ്വർഗം നിൻ്റെ കയ്യിലാണ്, ഞങ്ങളുടെ നരകം നിൻ്റെ കയ്യിലാണ്. നീ വളഞ്ഞാൽ ഞങ്ങൾ വളഞ്ഞു.
ഞങ്ങൾക്ക് ദോഷമാണ്. നീ നേരെയായാൽ ഞങ്ങൾക്ക് ആ കാര്യം കൊണ്ട് ഉപകാരമുണ്ടാവും. ഇനി ആർക്കെങ്കിലും അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, പരലോകത്തിൽ വിശ്വാസമുണ്ടോ എനിക്ക് എന്നൊരാൾക്കറിയണമെങ്കിൽ അയാളുടെ സംസാരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. മൻ വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യകുൽ ഖൈറ ഔ ലിയസ്മുത്. ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നുണ പറയേണ്ട ഒരു സന്ദർഭം വന്നാൽ അവിടെ മിണ്ടാതിരുന്നാൽ മതി. മിണ്ടാതിരുന്നാൽ അറിയാം എന്താണ് സത്യമെന്ന് ചോദിച്ചവൻ്റെ മനസ്സിലാകും. അത് പറയേണ്ട ആവശ്യമില്ല. നുണ പറയുന്നതിനേക്കാൾ നല്ലത് അവിടെ മിണ്ടാതിരിക്കുകയാണ്. അഥവാ സംസാരം നന്നായാൽ അവൻ നന്നായി, സംസാരം കേടുവന്നാൽ അവൻ കേടുവന്നു. ഒന്നുകിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. സംസാരം ചൊവ്വായാൽ എന്ത് സംഭവിക്കും? തീർച്ചയായും ഒരടിമ അല്ലാഹുവിന് തൃപ്തിയാകുന്ന ഒരു വാചകം പറയും. അതിന് അയാൾ വലിയ ഗൗരവം നൽകിയിട്ടുണ്ടാവുകയില്ല. പക്ഷേ അതുകാരണം അല്ലാഹു അവന് ധാരാളം പദവികൾ ഉയർത്തും. ഒരു ചെറിയ സംസാരം, ഗൗരവമില്ലാത്ത ഒരു സംസാരം, നമ്മൾ ഗൗരവം കാണാത്ത ഒരു വാക്കുകൊണ്ട് വലിയ ഗുണമുണ്ടായിരിക്കും. അൽഹംദുലില്ലാഹ്, മകൻ മരിച്ചു, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് ലഭിക്കും. ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗം തൻ്റെ വലിയൊരു നിധിയാണ്. ആ നിധിയിലെ ഏറ്റവും വലിയ നിധി അവൻ്റെ കരസ്ഥമാക്കാൻ സാധിക്കും. ഒരാൾ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഒരു സ്വർണത്തിൻ്റെ ഈത്തപ്പന സ്വർഗത്തിൽ നടുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവം കാണാത്ത ഒരു വാചകത്തിൻ്റെ വിപുലമായ പ്രതിഫലത്തെക്കുറിച്ച്, ധാരാളം കർമ്മത്തിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് പറയുന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. സംസാരം പിഴച്ചാലോ ഒരടിമ അള്ളാഹുവിനെ കോപിപ്പിക്കുന്ന ഒരു വാക്കുച്ചരിക്കും, അതിനയാൾ വലിയ ഗൗരവം നൽകിയിട്ടുണ്ടായിരിക്കില്ല. അത് അവനെ നരകത്തിൽ വീഴ്ത്തും. മറ്റൊരാൾ പറഞ്ഞു, നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളോട് സ്വർഗത്തിലേക്ക് പോകാൻ പര്യാപ്തമായ പ്രവർത്തനം ചെയ്ത ഒരു സത്യവിശ്വാസിയായ ഒരാൾ പറഞ്ഞു, നീയൊന്നും സ്വർഗത്തിൽ പോകില്ല എന്നൊരഭിപ്രായം നരകക്കാരൻ്റെ പ്രവർത്തനം ചെയ്യുന്നവരോട് പറഞ്ഞപ്പോൾ അല്ലാഹു തആല നാളെ തീരുമാനമെടുക്കുകയാണ്. സ്വർഗത്തിലാക്കേണ്ടതും നരകത്തിലാക്കേണ്ടതും ഞാനാണ്. അതുകൊണ്ട് അവൻ സ്വർഗത്തിൽ പോകില്ലെന്ന് പറഞ്ഞ് നിന്നെ നരകത്തിലേക്കിടും. നരകത്തിൽ പോകേണ്ട ആ വ്യക്തിയെ മറ്റവൻ ആ വാക്ക് പറഞ്ഞത് നിമിത്തം സ്വർഗത്തിലേക്കിടും. അള്ളാഹുവാണ് തീരുമാനിക്കുക. ഗൗരവത്തോടുകൂടി ആലോചിക്കണം. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അള്ളാഹുവിൻ്റെ ദാത്തിനെ നിഷേധിക്കുന്നതാവാം, സിഫാത്തിനെ നിഷേധിക്കുന്നതാവാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ നിഷേധിക്കുന്നതാവാം. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും നരകത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഗൗരിക്കാതെ സംസാരിക്കുക എന്നത് ഒരിക്കലും നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഇനി നാവ് കൊണ്ടുവരുന്ന തിന്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, മറ്റുള്ളവരെ പരിഹസിക്കരുത്, അപമാനിക്കരുത്. സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. നമ്മളൊരാളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ നല്ലവനായിരിക്കും പരിഹസിക്കപ്പെടുന്നവൻ. അതുകൊണ്ട് തന്നെ ആരെയും പരിഹസിക്കാൻ നിൽക്കരുത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. നാശമാണ് ആർക്കുള്ളത്? കുത്തുവാക്ക് പറയുന്നവനെ അവഹേളിക്കുന്ന ഏതൊരാൾക്കും നാശം. എന്തുകൊണ്ടാണ് അവൻ അവഹേളിക്കാൻ മുതിരുന്നത്? എന്താണ് അവൻ അവഹേളിക്കാനുള്ള അവൻ്റെ കയ്യിലുള്ളത്? അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അവന് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കുകയും ചെയ്യുന്നു. കുറച്ച് ക്യാഷ് ഉണ്ടായാൽ, കുറച്ച് അധികാരമുണ്ടായാൽ, കുറച്ച് സൗന്ദര്യമുണ്ടായാൽ, നല്ല പൊസിഷൻ ഉണ്ടായാൽ ആരെയും അവഹേളിക്കാമെന്നും ആരെയും പരിഹസിക്കാമെന്നും ആരെയും ചെറുതായി കാണാമെന്നും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ ആര് തന്നതാ? ഈ പണം ആര് തന്നതാ? ഈ ആരോഗ്യം ആര് തന്നതാ? ഈ ചുറുചുറുക്കാര് തന്നതാ? അത് പിൻവലിക്കാൻ അല്ലാഹുവിൻ്റെ നിമിഷാർദ്ധങ്ങൾ മതി, മൈക്രോ സെക്കൻഡ് മതി. ഒരു നരമ്പിൻ്റെ
ചെറിയൊരു പടച്ചിലുണ്ടായാൽ മറിഞ്ഞു വീഴാൻ പറ്റുന്നത്ര ദുർബലരാണ് മനുഷ്യരെന്ന് ആലോചിക്കണം. യഹ്സബു അന്ന മാലഹു അഖലദ, അവൻ്റെ ധനം അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നവൻ വിചാരിക്കുന്നു. എന്നാൽ ധനമൊരിക്കലും ശാശ്വത ജീവിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയില്ല. ഈമാനാണ് ഒരു മനുഷ്യന് ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള പാഥേയം തീർക്കാൻ ഈമാനും തഖ്വയുമാണ് വേണ്ടത്. ദുർവൃത്തി പ്രചരിപ്പിക്കുന്നവർ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ ഇതിൻ്റെ ശക്തമായ താക്കീത് തന്നിട്ടുണ്ട്. തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാരോ അവർക്കാണ് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുള്ളത്. എങ്ങനെ? ഇഹത്തിലും പരത്തിലും. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിശത ഫില്ലദീന ആമനൂ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ദുനിയാവിൽ സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നവൻ ഈ ദുനിയാവിൽ പിടിക്കപ്പെടും, പോരാ ആഖിറത്തിലും പിടിക്കപ്പെടും. അതുകൊണ്ട് നാവ് കൊണ്ട് ദുർവൃത്തികൾ, ഒരാളത് കേട്ടത് മറ്റയാൾ പറയുന്നത് ശരിയാണോ? അല്ല. ഒരാൾ കേട്ടത് മറ്റയാൾ പറയുമ്പോൾ മറ്റേയാൾ പറയുന്ന ആ കാര്യം ആരിൽ നിന്ന് കേട്ടോ അവൻ പറയുന്നത് വ്യാജമാണെങ്കിൽ ഇവനും ഏറ്റെടുത്തതിൻ്റെ കുറ്റം ആർക്കുണ്ടായിരിക്കും? ആ പറഞ്ഞവനുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഗീബത്ത് പറയരുത്. എന്താണ് ഗീബത്ത്? ഹൃദയത്തേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച കൂട്ടരെ എന്ന് പറയുകയാണ്. യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിച്ചവരെ, വലം യുദ്ഖിലൽ ഈമാന ഖൽബഹു, അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചില്ല. ലാ തഖ്താബുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെപ്പറ്റി ഗീബത്ത് പറയരുത്, പരദൂഷണം പറഞ്ഞ് നടക്കരുത്. നിങ്ങൾ അവരുടെ കുറവ് അന്വേഷിച്ചു പിറകെ നടക്കരുത്. നിശ്ചയം ആരോണോ അവരുടെ കുറവുകൾ അന്വേഷിക്കുന്നത്, അവരുടെ പിറകെ നടക്കുന്നത്, അവരുടെ കുറവുകൾ അല്ലാഹു പിന്തുടർന്നു പിടിക്കും. വേറെയുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നവരുടെ കുറവുകൾ അല്ലാഹു വെളിക്കു കൊണ്ടുവരും, അത് മറച്ചു വയ്ക്കില്ല. എന്നിട്ട് ആരുടെ കുറവാണോ അല്ലാഹു പിന്തുടർന്ന് പിടികൂടുന്നത് അവരുടെ ഭവനത്തിൽ വെച്ച് അല്ലാഹു വഷളാക്കും. അഥവാ സ്വന്തം വീട്ടിൽ വഷളാകുന്നവരായി മാറും. പരദൂഷണം നാവിന് പാടില്ലാത്തതാണ്. പരദൂഷണം പറയുന്നവൻ പിടിക്കപ്പെടും. എവിടെ നിന്ന്? ദുനിയാവിൽ അവൻ്റെ വീട്ടിൽ വെച്ച് അവനെ പിടിക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഗീബത്ത്? ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, അല്ലാഹുവിനും അവൻ്റെ ദൂതനുമാണ് ഗീബത്തിനെ കുറിച്ച് കൂടുതൽ അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരന് നീരസമായത് അവനെക്കുറിച്ച് പറയലാണ് ഗീബത്ത്. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ സാന്നിധ്യം ഉണ്ടാകുന്നുവെങ്കിൽ അയാൾക്ക് വിഷമമുണ്ടാകുമോ? ആ കാര്യം ഗീബത്താണ്. ഒരാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ, പക്ഷേ അയാൾ സാന്നിധ്യത്തിലുണ്ടെങ്കിൽ അയാൾ ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അയാളാണെങ്കിൽ ആ കാര്യം ഗീബത്താണ്, ഉള്ളതാണെങ്കിലും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു ഗീബത്തിനെ പറ്റി, എൻ്റെ സഹോദരനിൽ ഞാൻ പറയുന്നത് ഉണ്ടെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരൻ നീ പറയുന്നത് ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് പറയുന്ന ഗീബത്താണത്, ഇല്ലെങ്കിൽ അവനെക്കുറിച്ച് പറയുന്ന കള്ളമാണത്. ഗീബത്തും കള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉള്ളതുപോലും സഹോദരൻ്റെ കുറവ് പറയാൻ പാടില്ല. ആരെങ്കിലും ഈ ലോകത്തൊരാളുടെ രഹസ്യം മറച്ചു വെച്ചാൽ അല്ലാഹു തആല പരലോകത്ത് അവൻ്റെ രഹസ്യം മറച്ചു വെക്കും. ഈ ദുനിയാവിൽ ഒരാളുടെ രഹസ്യം മറച്ചു വെച്ചാൽ പരലോകത്ത് അയാളുടെ രഹസ്യം ആര് മറച്ചു വെക്കും? അല്ലാഹു സുബ്ഹാനഹു തആല മറച്ചു വെക്കും. ഗീബത്ത് പറയുന്നവൻ ശവം തിന്നുന്നവനാണ്. നിങ്ങളിൽ ചിലരെ പറ്റി അഭാവത്തിൽ ദുഷിച്ചു പറയുകയും വരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവോ? മരിച്ചവൻ്റെ കഫം പുടവ മാന്തി കഴിക്കുന്നത് പോലെയാണ് ഒരാളുടെ ന്യൂനതയും ഒരാളെ ദുഷിച്ചു പറയലും. പറയേണ്ടത് ആവശ്യമായ സന്ദർഭങ്ങളിൽ പറയണം. ഒരു കല്യാണാലോചന വന്നു, ആ ഒരു കുടുംബത്തിൽ അവൻ വളരെ ദുഷിച്ച അക്രമിയാണെങ്കിൽ എടുത്തു പറയേണ്ടി വരും. അതേപോലെ കോടതിയിൽ ചെന്നാൽ സത്യം പറയേണ്ടി വരും. അല്ലാതെ എവിടെയാണിത് പറഞ്ഞു നടക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ ന്യൂനത അവനോടെടുത്തു പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ഉപദേശിക്കാൻ സാധിക്കണം. നാലാമത്തെ ഒരു സ്ഥലത്ത്
ഈ ഗീബത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗീബത്ത് പറയുന്നവർക്കുള്ള ശിക്ഷ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഈലിന്റെ രാത്രി നരകത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിക്കപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ ആ നരകത്തിൽ ശവങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചു, ഇവരാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? യഅ്കുലൂന ലുഹൂമുന്നാസ്, അവർ ജനങ്ങളുടെ പച്ചമാംസം തിന്നിരുന്നു. അഥവാ ഒരാളെ കുറ്റം പറയുന്നത് അവൻ്റെ പച്ചമാംസം എന്നതുപോലെയാണ്. നമീമത്ത് പറയരുത്. നമീമത്ത് പറയുന്നവരൊരിക്കൽ ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞത് വഅമ്മൽ ആഖിറു ഫകാന യംശി ബിൻ നമീമ. രണ്ടുപേരാണ് ഖബറിൽ ശിക്ഷിക്കുന്നവരെ കുറിച്ച്. രണ്ട് ഖബറിൻ്റെ അടുത്തുകൂടി പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മൂത്രം ശരിക്ക് വൃത്തിയാക്കാത്തത് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഖബറിൽ. മറ്റേയാൾ നമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് അയാളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. നമീമത്ത് പറയുന്നവന് ദുനിയാവിൽ ശിക്ഷ, ഖബറിൽ ശിക്ഷ, പരലോകത്ത് ശിക്ഷ. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാപട്യം എന്നത് നാവിനാണ് കൂടുതൽ സംഭവിക്കുക. ആയത്തിൽ മുനാഫിഖു സലാസുൻ ഇദാ ഹദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ ഉതുമിന ഖാന. മൂന്നും വാചകങ്ങളിലൂടെയുള്ള നിഫാഖാണ്. അതേപോലെ ഒരാളോട് തെറ്റിയാൽ അയാളെ തെറി പറയുന്ന സ്വഭാവം. ഒരാളോട് തെറ്റിയാൽ, ഒരു കച്ചവടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ, രണ്ടുപേർ ഷെയർ ചെയ്തൊരു കച്ചവടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് തെറ്റിയാൽ രണ്ടുപേരും കുറ്റം പറയുന്ന. തൊലാക്ക് സംഭവിച്ചാൽ ഭാര്യ വീട്ടുകാർ ഭർത്താവിനെ കുറ്റം പറയും, ഭർത്താവിൻ്റെ വീട്ടുകാർ ഭാര്യ വീട്ടുകാരെ കുറ്റം പറയും. എന്താണ്? സ്വന്തത്തെ സേഫാക്കാൻ, സ്വന്തത്തെ നന്നാക്കാൻ. അതൊക്കെ യഥാർത്ഥത്തിൽ അതുകൊണ്ട് വളരെ വലിയ ദോഷം സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കാപട്യം സംഭവിച്ചു പോകും. കാപട്യത്തിൻ്റെ ഓരോ ലക്ഷണങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ കാപട്യം സംഭവിച്ചു പോകുമെന്ന് ചിന്തിക്കണം. ഇനിയോ കേട്ടതെല്ലാം പറഞ്ഞു നടക്കരുത്. കേട്ടതെല്ലാം പറയേണ്ടതല്ല, കണ്ടതെല്ലാം പറയേണ്ടതല്ല. മറിച്ച് പറയേണ്ടിടത്ത് പറയേണ്ടത് മാത്രം പറയുക. അതിന് നാവിനെ പിടിച്ചു കെട്ടണം. കഫാബിൽ മർഇ കദിബൻ അൻ യുഹ്ദിസ, ഒരാൾ ബിക്കുല്ലി മാ സമിഅ, കേട്ടതെല്ലാം പറഞ്ഞു നടന്നാൽ മതി ഒരാൾക്ക് കള്ളനാവാൻ, കളവ് പറയുന്നവനാകാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരുഷമായി പെരുമാറരുത്, വിനയത്തോടുകൂടി പെരുമാറുക. മറ്റുള്ളവരെ ആദരിച്ചാൽ അവർ നമ്മളെയും ആദരിക്കും. മറ്റുള്ളവരോട് വിനയം കാണിച്ചാൽ അവർ നമ്മളോടും വിനയം കാണിക്കും. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ അവർ നമ്മളെയും സന്തോഷിപ്പിക്കും. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഖൗലിക്. നബിയേ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ ആ സഹാബത്തിനോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ വേർപിരിഞ്ഞു പോയി കളയുമായിരുന്നു. ഇപ്പോൾ നമ്മളിൽ നിന്നും ആളുകൾ അകലുന്നുണ്ടെങ്കിൽ നമുക്ക് പാരുഷ്യമുണ്ട്, നമുക്ക് ഹൃദയത്തിന് കാഠിന്യമുണ്ട്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അലാ ഉഖ്ബിറുകും ബിഅഹ്ലിന്നാർ, നരകത്തിൻ്റെ ആളുകളെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉതുല്ലിൻ ജവ്വാദിൻ മുസ്തക്ബിരിൻ, എല്ലാ അഹങ്കാരികളും ക്രൂരന്മാരും പരുഷ സ്വഭാവികളും നരകത്തിൻ്റെ ആളുകളാണ്. കുതർക്കം ഉപേക്ഷിക്കുക, വെറുതെ തർക്കിക്കുക. ഒരാൾ പറയുന്നതിന് വെറുതെ കുതർക്കം പറഞ്ഞു മറുപടി പറയുക, അയാളെ പിരികയറ്റുക, എന്നിട്ട് അയാളെ കൊണ്ട് വേണ്ടാത്തത് പറയിപ്പിക്കുക. രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും നാട്ടിലായാലും ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥയുണ്ട്. സ്വർഗത്തിൻ്റെ അറ്റത്തൊരു വീടൊരാൾക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്നു. എന്താണ് കാരണം? ലിമൻ തറക മിറാഅൻ വഇൻ കാന മുഹിക്കൻ, സ്വന്തത്തിൻ്റെ അടുത്ത് ന്യായമുണ്ടെങ്കിലും ഒരാളോട് തർക്കിക്കാൻ പോകാതിരിക്കുക. തർക്കം എന്നത് ഇസ്ലാമിൽ നന്മയായ കാര്യമല്ല. അതുകൊണ്ട് തർക്കത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. നാവിൻ്റെ എന്തൊക്കെ ദൂഷ്യവശങ്ങളുണ്ടോ അതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ബോധപൂർവം അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. അല്ലാഹു തആല അങ്ങനെയുള്ള ആളുകളിൽ, ഈമാനുള്ള ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സംസാരത്തിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. സംസാരത്തിലുള്ള മര്യാദകളിൽപ്പെട്ടതാണ് ശബ്ദം താഴ്ത്തുക എന്നത്. വഖ്സിദ് ഫി മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാത ലിസൗതിൽ ഹമീർ. നീ നടത്തത്തിൽ മിതത്വം പാലിക്കണം, നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക. തീർച്ചയായും ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഉയർത്തിയ സമയമുണ്ട്. മിമ്പറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്. ഇന്നൽ അഖാബി മിനന്നാർ, മടമ്പ് നനയാത്തവർ, ഒതുവെടുക്കുമ്പോൾ മടമ്പ് നനയാത്തവർ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള സമയത്ത് ശബ്ദമുയർത്താൻ എന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തെക്കാൾ നമ്മുടെ ശബ്ദം ഉയരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നമുക്ക് നല്ലതാണ്. സംസാരം ചുരുക്കുക. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമായിരുന്നു. എണ്ണുന്ന ഒരാൾക്ക് എണ്ണിയിരുന്നുവെങ്കിൽ അതിനെ തിട്ടപ്പെടുത്താമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകങ്ങളെ എണ്ണാൻ പറ്റുന്ന രൂപത്തിൽ സാവധാനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചതെന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ സൗമ്യമായ വാക്ക് പറയുക. മൂസാ അലൈഹിസ്സലാമിനെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ പറയുന്നുണ്ട്, വഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ. ഈ ദൃഷ്ടാന്തങ്ങളുമായി നിന്റെ സഹോദരനും അവിടേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഫിർഔൻ്റെ അടുത്തേക്ക് പോകുക, തീർച്ചയായും അവൻ അതിക്രമിയായിരിക്കുന്നു. എന്നിട്ട് അവനോട് സൗമ്യമായ വാക്ക് പറയുക. ആരോട്? ഇസ്രായേല്യരെ മക്കളെ മുഴുവൻ കൊന്നവനോട്, മൂസാ അലൈഹിസ്സലാമിനെ പ്രതിയാക്കി തൂക്കിലേറ്റാൻ വിചാരിച്ചവനോട്, ആ ഇസ്രായേല്യരെ മുഴുവൻ അടിമകളാക്കി വെച്ചവനോട്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഫിർഔനിനോട് സംസാരിക്കുമ്പോൾ വഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഏറ്റവും സൗമ്യമായ വാക്കുപയോഗിക്കണം മൂസ എന്ന് അല്ലാഹു തആല തൂരി സീനാ പർവ്വതത്തിൽ വെച്ച് ഉപദേശിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ശബ്ദം കൂടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ന്യായമില്ലാത്തതുകൊണ്ട്. അന്യായക്കാരനോട് പോലും സൗമ്യമായി സംസാരിക്കണമെന്നാണ് ത്വാഹ സൂറത്തിലൂടെ പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ എളുപ്പമാക്കണം, നിങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഞെരുക്കമുണ്ടാക്കരുത്, നിങ്ങൾ സന്തോഷമറിയിക്കുക, നിങ്ങൾ അകറ്റിക്കളയരുത്, അവരെ വെറുപ്പിച്ചകറ്റിക്കളയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏറ്റവും ബന്ധപ്പെട്ടവർ ഫോണിൽ വിളിക്കുമ്പോൾ എൻ്റെ ശബ്ദം മനസ്സിലായില്ലേ, എന്നെ മനസ്സിലായില്ലേ, എന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് നിൻ്റെ അവസ്ഥ, എന്നോട് ബന്ധമില്ലേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വാചകങ്ങൾ വർദ്ധിപ്പിക്കും. ഒന്നുമില്ല, വിളിച്ച ഉടനെ തന്നെ ഞാൻ ഇന്നയാളാണെന്ന് പറയുന്നതോടുകൂടി അയാൾക്ക് എളുപ്പമാകും, അയാൾക്ക് സന്തോഷമാകും, സംസാരിക്കാനുള്ള വിഷയം കിട്ടും, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മറിച്ച് ഒരാളെ കൺഫ്യൂഷൻ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ നാവ് കൊണ്ടൊരു ഹദീസ് പറയാൻ നമുക്കിനിയും പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മുടെ നാവ് കൊണ്ടൊരായത്ത് പ്രസ്താവിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളുടെ ദീനിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കണം. ഒരാളൊരു ചീത്ത വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, അതൊരു ഹദീസാണ്. ആ ഹദീസിനെ എടുത്തു പറയാം, ഒന്നുകിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നൊരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ പറയുന്നവരാണ് ആഖിറത്തിൽ വിശ്വാസമുള്ള ആൾ, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആൾ എന്നെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും ആകാശങ്ങളിലുള്ളവരും ഭൂവതലത്തിലുള്ളവരും മാളങ്ങളിലുള്ള ഉറുമ്പും മത്സ്യങ്ങൾ പോലും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവർക്ക് നന്മ വിതരണം ചെയ്യുന്ന ആളുകളായി മാറുകയും മറ്റുള്ളവരെ വെറുപ്പിക്കാതെ പാരുഷ്യത്തോടുകൂടി പെരുമാറാതെ ഹൃദയകാഠിന്യം കുറഞ്ഞവരായി മാറി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാവ് കൊണ്ടുണ്ടാകുന്ന എല്ലാ ദൂഷ്യങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല രൂപത്തിൽ നാവ് ഉപയോഗിക്കാനും നാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ, ആ സംസാരത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ അത് പൂർണ്ണമായി ശേഖരിച്ചെടുക്കാനും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുമുള്ള തൗഫീക്കിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്